നമസ്കാരം. നവരാത്രി കാലങ്ങള് നല്ല കാര്യങ്ങളെല്ലാം തുടങ്ങാൻ നല്ലതാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു 9 ദിവസം നവയോഗ, അതായത് 9 ദിവസത്തേക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ റിലേറ്റഡ് ടു യോഗ പറഞ്ഞു തരാം. അത് യോഗ പ്രാക്ടീസ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർക്ക് അത് ഒരു നല്ല കാര്യമായിരിക്കും. യോഗ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സ് ആയിരിക്കും. ഓക്കെ, അപ്പൊ യോഗ എന്ന് വെച്ചാൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പലപ്പോഴും പറയുന്ന കാര്യമാണ്, യോഗ എന്നുള്ളത് ജിംനാസ്റ്റിക്സ് അല്ല. എന്റെ അഭിപ്രായത്തിൽ അതൊരു കോമ്പറ്റീഷൻ ആയിട്ടൊന്നുമല്ല. യോഗ എന്ന് പറയുന്നത് യുജ് എന്ന ധാതുവിൽ നിന്ന് വന്നതാണ്. അതിന്റെ മീനിങ് യൂണിയൻ എന്നാണ്. ജീവാത്മാ പരമാത്മാ ഐക്യം ആണ് യോഗ. ഇന്നത്തെ കാലത്ത് അതിനെ ആ ഒരു അർത്ഥത്തിലല്ല എല്ലാവരും യൂസ് ചെയ്യുന്നത്. ഇന്നത്തെ കാലത്ത് യൂസ് ചെയ്യുന്നത് നമ്മുടെ ശരീരം, ബുദ്ധി, മനസ്സ് എല്ലാം കൂടി യൂണിയൻ ആയിട്ടൊന്ന് പോവുക എന്നുള്ളതാണ്. നമുക്ക് ആഗ്രഹമുണ്ട്, എന്താണ് അടുക്കളയിൽ പോയിട്ട് ദോശ ഉണ്ടാക്കി കുട്ടിക്ക് കൊടുക്കണം എന്ന്. പക്ഷെ നമ്മുടെ ശരീരത്തിൽ വേദന ആയതുകൊണ്ട് നമുക്ക് എണീക്കാൻ പറ്റുന്നില്ല. മനസ്സൊരിടത്ത്, ശരീരം ഒരിടത്ത്, ബുദ്ധി ഒരിടത്ത്. ഇതിനെ മൂന്നിനെ ഒന്നിച്ചു കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ കാലത്ത് ഈ യോഗ യൂസ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഈ ആസനാസ്, യോഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരുടെയും ചിന്ത ആസനാസ് മാത്രമാണ് യോഗ എന്നാണ്. അല്ല, ആസനാസ് ഒരു സ്റ്റെപ്പ് മാത്രമാണ്. ഇപ്പൊ ഫ്ലെക്സിബിലിറ്റി വേണ്ടേന്ന് ചോദിച്ചാൽ ഫ്ലെക്സിബിലിറ്റി വേണം ആസനാസിന്റെ പെർഫെക്ഷനിലേക്ക് എത്താനായിട്ട്. പക്ഷെ ഫ്ലെക്സിബിലിറ്റി ഇല്ല എന്നുള്ളത് കൊണ്ട് യോഗ ചെയ്യാതിരിക്കേണ്ട കാര്യമില്ല. ഫ്ലെക്സിബിലിറ്റി മെല്ലെ മെല്ലെ വന്നോളും, അതാണ്. അപ്പൊ ഞാൻ ഇന്ന് ആദ്യം പറഞ്ഞു തരാൻ പോണത് സൂക്ഷ്മ വ്യായാമങ്ങളാണ്. സൂക്ഷ്മ വ്യായാമങ്ങളില് കാലിന്റെ സൂക്ഷ്മ വ്യായാമങ്ങൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഈ സൂക്ഷ്മ വ്യായാമങ്ങള് ആർത്രൈറ്റിസ് വരാതിരിക്കാനും വന്നതിന്റെ വേദനകളെ കുറയ്ക്കാനും നമ്മളെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും യോഗ ചെയ്യുന്നതിന് മുൻപ് ഒരു പ്രിപ്പയറി പ്രാക്ടീസ് ആയിട്ട് സൂക്ഷ്മ വ്യായാമങ്ങൾ ചെയ്ത് ശീലിക്കാവുന്നതാണ്. എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്കൊന്ന് നോക്കാം. കാലിങ്ങനെ നീട്ടി വെക്കണം. കാലുകൾ ചേർത്ത് നട്ടല് നിവർന്നിരിക്കണം. ദെൻ കാലിന്റെ വിരലുകൾ മാത്രം ശ്വാസം എടുത്ത് മുകളിലേക്കും ശ്വാസം വിട്ട് താഴേക്കും, മാക്സിമം മുകളിലേക്കും മാക്സിമം താഴേക്കും മൂവ് ചെയ്യണം. ഇൻഹേൽ, എക്സേൽ. ഇതൊരു 10 കൗണ്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. ദെൻ 10 കൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ കാലുകൾ അകത്തി വെക്കണം, കൈകൾ പിന്നിലേക്ക് കുത്തണം, തല പിന്നിലേക്ക്, കണ്ണടയ്ക്കുക, നന്നായി ശ്വാസം എടുത്ത് വിടാം. വീണ്ടും കാല് ചേർത്ത് വെക്കണം. ദെൻ കാലിന്റെ ആംഗിൾ ജോയിൻസ്, ശ്വാസം എടുത്ത് മേളിലേക്ക്, ശ്വാസം വിട്ട് താഴേക്ക്. ഇൻഹേൽ, എക്സേൽ, ഇൻഹേൽ, എക്സേൽ. ഇതും നമുക്കൊരു 10 കൗണ്ട് ചെയ്യാവുന്നതാണ്. 10 കൗണ്ട് കഴിഞ്ഞാൽ റിലാക്സേഷൻ കൊടുക്കുക, നന്നായി ശ്വാസം എടുക്കുക. വീണ്ടും കാല് ചേർത്ത് വെക്കണം, കൈകൾ സൈഡില്. ദെൻ ആംഗിൾ ജോയിൻസിന് റൊട്ടേഷൻ മൂവ്മെന്റ് ആണ് കൊടുക്കുന്നത്. റൈറ്റ് സൈഡിലേക്ക് ചെരിച്ചിടുക കാല്. ദെൻ എക്സേൽ ചെയ്ത് മുന്നോട്ട്. ദെൻ ലെഫ്റ്റ്, ഇൻഹേൽ, എക്സേൽ, ഇൻഹേൽ. ഇതൊരു 5 കൗണ്ട് ഒരു സൈഡിലേക്കും, നേരെ ഓപ്പോസിറ്റ്. എക്സേൽ, ഇൻഹേൽ, ഓപ്പോസിറ്റും. 2 സൈഡിലേക്കും ഓരോ സൈഡിലേക്കും 5 കൗണ്ട് വീതം ചെയ്യാവുന്നതാണ്. അതിനുശേഷം കാലുകൾ അകത്തി വെക്കണം, കൈകൾ പിന്നില്, നന്നായിട്ട് ശ്വാസം എടുത്തിടണം. വീണ്ടും കാല് ചേർത്ത് വെക്കണം. വലത് കാല് കുത്തി വെക്കണം. വലത് കാലിന്റെ തൊടയുടെ താഴെ കൈ ഇങ്ങനെ ഇന്റർലോക്ക് ചെയ്ത് പിടിക്കണം. ദെൻ ഇൻഹേൽ, എക്സേൽ, ഇൻഹേൽ, എക്സേൽ. ഇതും ഒരു 10 കൗണ്ട് ചെയ്യാവുന്നതാണ്. 10 കൗണ്ട് കഴിഞ്ഞാല് കാല് താഴെ വയ്ക്കുക, കൈ പിന്നില്, നന്നായി ശ്വാസം എടുക്കുക. വീണ്ടും കാല് ചേർത്ത് വെക്കാം. ഇടത് കാല് ചെയ്യാം. അതുപോലെ തന്നെ കാല് കുത്തി വെക്കുക, കൈ ഇന്റർലോക്ക് ചെയ്ത് തൊടയുടെ ഭാഗത്ത് പിടിക്കുക. ഇൻഹേൽ, എക്സേൽ, ഇൻഹേൽ, എക്സേൽ. ഇതും ഒരു 10 കൗണ്ട് ചെയ്യാം. അതിനുശേഷം കാല് താഴെ വെക്കാം, നന്നായിട്ട് ശ്വാസം എടുത്ത് വിടാം, റിലാക്സ് ചെയ്യാം. വീണ്ടും കാല് ചേർത്ത് വെക്കാം. വലത് കാല് ചെരിച്ചു വെക്കാം. കാലിന്റെ മുട്ടിനെ കയ്യിലേക്ക് എടുക്കാം. ദെൻ ഇൻഹേൽ, എക്സേൽ, ഇൻഹേൽ, എക്സേൽ. ഇതും ഒരു 10 കൗണ്ട് ചെയ്യാം. അതിനുശേഷം റിലാക്സേഷൻ കൊടുക്കാം. വീണ്ടും കാല് ചേർത്ത് വെക്കാം. ഇടത് കാല് ചെരിച്ചു വെക്കാം. ഇടത് കാൽ മുട്ടിനെ കയ്യിലേക്ക് എടുക്കാം. ഇൻഹേൽ, എക്സേൽ, ഇൻഹേൽ, എക്സേൽ. ഇതും ഒരു 10 കൗണ്ട് ചെയ്യാം. ദെൻ കാല് നീട്ടി വെക്കാം, കൈകൾ പിന്നില്, നന്നായി ശ്വാസം എടുത്ത് വിടാം.
ദെൻ ഇനി കാലിന്റെ മുട്ടിനുള്ള റൊട്ടേഷൻ ആണ് എഴുന്നേറ്റ് നിന്നിട്ട് ചെയ്യണത്. കാലുകൾ ചേർത്ത് വെക്കണം. കാലിന്റെ മുട്ടിലേക്ക് കൈകൊണ്ട് പിടിക്കണം. ഇൻഹേൽ, എക്സേൽ, ഇൻഹേൽ, എക്സേൽ. ഇത് ഒരു 5 പ്രാവശ്യം ചെയ്യാം. ഒരു സൈഡിലേക്ക് ഓപ്പോസിറ്റും ഇൻഹേൽ, എക്സേൽ ഒരു 5 തവണ ഓപ്പോസിറ്റ് സൈഡിലേക്കും ചെയ്യാം. ദെൻ കാലുകൾ അകത്തി നിൽക്കണം. നന്നായിട്ട് ശ്വാസം എടുത്ത് വിടണം. വീണ്ടും കാല് ചേർത്ത് വെക്കണം. കൈകൾ അരക്കെട്ടിൽ പിടിക്കണം. ദെൻ ഹിപ്പ് ജോയിന്റ് ഉണ്ട്, റൊട്ടേഷൻ ആണ്. ഇൻഹേൽ, എക്സേൽ. കാൽമുട്ട് മടങ്ങാതെ റൊട്ടേറ്റ് ചെയ്യണം. ഇൻഹേൽ, എക്സേൽ. ഒരു സൈഡിലേക്ക് 5 തവണ, ഓപ്പോസിറ്റ് സൈഡിലേക്ക് 5 തവണ. ഇൻഹേൽ, എക്സേൽ, ഇൻഹേൽ, എക്സേൽ. ദെൻ കാലുകൾ അകത്ത് നിൽക്കണം. നന്നായിട്ട് ശ്വാസത്തെ എടുത്തു വിടണം. അപ്പൊ ഇത്രയാണ് കാലുകളുടെ സൂക്ഷ്മ വ്യായാമങ്ങള്. അപ്പോൾ നവയോഗയില് അല്ലെങ്കിൽ നവരാത്രിയുടെ 2ാം ദിവസം നമുക്ക് കൈകളുടെ സൂക്ഷ്മ വ്യായാമമായിട്ട് കാണാം. ഓക്കെ, താങ്ക് യു.